അല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ അടിത്തറ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് പിന്നെ സ്മൃതി. ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരാളെ പോലും അദ്ദേഹത്തിന് വിശ്വാസമില്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം ഏതാണ്ട് 40 അംഗ ഒരു IT പ്രൊഫഷണൽസിനെ, ടെക്കികളെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവരുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. എന്നാൽ കേരളത്തിലെ സംസ്ഥാന നേതാക്കന്മാരെ മുഴുവനും കളത്തിലിറക്കിയ ഏക നിയോജകമണ്ഡലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ നിയോജകമണ്ഡലമാണ്. അതിർത്തി പങ്കിടുന്ന തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ ഇവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണെന്നുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിലെ BJPയുടെ സ്വന്തം നേതാക്കന്മാരെ വിശ്വാസമില്ല. രാഷ്ട്രീയത്തിന്റെ ഫണ്ടമെന്റൽ തിയറികളിൽ ഒന്ന് കൂടെ നിൽക്കുന്നവരെ കൂടെ തന്നെ നിർത്താനായിട്ട് കഴിവുള്ളവരായിരിക്കും രാഷ്ട്രീയത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെ മറ്റു ഘടകങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമൊന്നുമില്ല. അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പരാജയപ്പെട്ടതുകൊണ്ടും നമ്മുടെ മുമ്പിലുണ്ട്. താങ്കൾ ഈ പറയുന്ന പോലെ പാർട്ടി നേതാക്കൾ കൂടെ വന്നിട്ടില്ല എന്നതാണ് താങ്കൾ പറയുന്ന ഒരു ആരോപണമെങ്കിലും തരൂരിന്റെ ഭൂരിപക്ഷം എത്ര കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു? 2024 16,077 എത്തിച്ചില്ലേ? 99,989 നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ആ സംഘമായിട്ട് പിന്നെ ഇറങ്ങിയാൽ പറ്റില്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വന്നൂടെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന പോലെ തന്നെ ആ സംഘവുമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാമല്ലോ. അതിനൊരു മറുപടിയാണ് ഞാൻ അവസാനം പറയാൻ ശ്രമിച്ചത്. അത് വളരെ വ്യക്തമായൊരു ചിത്രമുണ്ട്. എന്താ വെച്ചാൽ 16,200 വോട്ടിനാണ് ശശിധരൻ അവിടെ നിന്ന് ജയിക്കുന്നത്. അതായത് 16,200 വോട്ടിനാണ് ചന്ദ്രശേഖരൻ അവിടെ തോറ്റുപോകുന്നത്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ചിത്രമാണ്. എന്താണെന്നറിയാമോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശശി തരൂരിനോട് കഴിഞ്ഞ 3 തവണ അദ്ദേഹത്തിനോട് കാണിച്ചിരിക്കുന്ന ഒരു സ്നേഹവും ഒരു പ്രതിബദ്ധതയും തിരുവനന്തപുരത്തെ പല വോട്ടർമാരെ പ്രകടിപ്പിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് 40-45% വോട്ടേ ആകെ പോൾ ചെയ്തുള്ളൂ. കാരണം ശശി തരൂരിനെ പോലുള്ള ഒരു ഇന്റർനാഷണൽ ഫിഗർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല. മാധ്യമപ്രവർത്തകർക്ക് പോലും അദ്ദേഹത്തിന് റീച്ചബിൾ അല്ല. ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റുന്നുള്ള ഒരു ആരോപണം വ്യാപകമായി. ആ ഒരു എതിർ വോട്ടുകൾ തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ഞങ്ങൾക്ക് എങ്ങനെ സ്വീകാര്യനാകുന്നു രാജീവ് ചന്ദ്രശേഖർ? അതെങ്ങനെ ഏത് കോൺഗ്രസിലാണ് ശശി തരൂരിനെയാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂർ സത്യം വിളിച്ചു പറഞ്ഞു. അത് ഞങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. ശശി തരൂർ പറയുന്ന വ്യത്യസ്തമായ സത്യങ്ങളുണ്ടല്ലോ. ചില സത്യങ്ങൾ നിങ്ങൾക്ക് സ്വീകാര്യമാകും, മറ്റു ചില സത്യങ്ങൾ ഞാൻ കോഴ്സിലാണ് പറയുന്നത്, മറ്റു ചില സത്യങ്ങൾ നിങ്ങൾക്ക് അസ്വീകാര്യമാകും. അപ്പോൾ അതിങ്ങനെ പല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ഒരു താരതമ്യം വന്നു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും ഇനി? അല്ല, അതിന് വ്യക്തമായോട് പറയാം. ഞങ്ങളെ മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ അദ്ദേഹം പലതവണ വാഴ്ത്തി പാടിയിട്ടുണ്ട്. മോദിയുടെ പരാജയപ്പെട്ട അമേരിക്കൻ സന്ദർശനത്തിലെ ഇത് പറഞ്ഞതെന്ന് പൂർത്തിയിരിക്കട്ടെ. അദ്ദേഹം പാടിപ്പുഴത്തി. അന്നും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ശശിധരനെതിരെ ഈ 2 തവണയും ഈ അടുത്ത കാലത്തുണ്ടായ 2 പ്രതികരണങ്ങൾക്കെതിരെ ഒരു രീതിയിലുള്ള നടപടി സ്വീകരിക്കണം നട്ടല് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളെന്ത് ചെയ്യും? അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ അദ്ദേഹം പാടിപ്പുഴത്തി. അത് അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയായിരിക്കാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള അതൃപ്തി എന്താണ് അവിടുത്തെ വോട്ടർമാർക്ക് എന്നുള്ളതാണ് ഞാൻ വളരെ വസ്തുതാപരമായിട്ടാണ് വിലയിരുത്തിയത്. ഇവിടെ പൊടിവാർ സാറ് BJPയുടെ ഒരു വ്യക്തമാനെ പോലൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇതിയല്ല. ഒന്നുകൂടെ പറഞ്ഞു പൂർത്തിരിച്ചോട്ടെ. അതായത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തം ഒരു നിയമസഭ അല്ല അതെന്തായാലും അദ്ദേഹം അവിടെ രാഷ്ട്രീയം ഉണ്ടാവും. അദ്ദേഹത്തിന് ചലിപ്പിക്കുക അല്ലാതെ അത് സാറിന്റെ വീക്ഷണത്തിൽ ആ വസ്തുതയായിരിക്കും. ഞങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഞാൻ പറയാമെന്നൊന്ന് പൂർത്തിരിക്കട്ടെ സാറേ. അതായത് ജോർജ് സാറിന് എന്നെക്കാളും രാഷ്ട്രീയം അറിയാവുന്ന രീതിയിലുള്ള അതേ ഒരു മാധ്യമപ്രവർത്തകരാ. അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തമ്മിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? സാറിന് എടുക്കൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുമായിട്ട് പോയതാണ് UDF. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം എന്തുകൊണ്ടാ മാറി ചിന്തിക്കാഞ്ഞേ? അപ്പൊ കേരളത്തിലെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണവും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണവും കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങളും കാണിക്കുന്ന ഒരു വിവേകമുണ്ട്. അത് ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. ചോദിച്ചോളൂ. ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയാൽ മാറ്റി നിർത്തിയാൽ 2019-ലെയും 2024-ലെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെ മാറ്റി നിർത്തിയാൽ ഇതിനു മുമ്പൊക്കെ ഏതാണ്ട് ഒപ്പം 11-8, 11-9, 12-8 ഈ രീതിയിലൊക്കെയല്ലേ ഈ മുന്നണികൾക്ക് സീറ്റ് കിട്ടിയിരുന്നത്. ഈ 2 തവണ എന്താ സംഭവിച്ചത് മാത്രമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ സമയത്ത് ഭരണവിരുദ്ധ വികാരം അത്ര ശക്തമായിരുന്നു. എന്നിട്ട് എപ്പോഴും എങ്ങനെ വ്യത്യസ്തമായിട്ടാണ് വോട്ട് പോകുന്നതെന്നും പറയുന്നതിന് വലിയ കഥയില്ല.
അത് മാത്രമല്ല കാരണം എന്ന് റെജി മനസ്സിലാക്കണം. സാർ എനിക്ക് ചോദ്യം മനസ്സിലായി, ഞാൻ മറുപടി പറയട്ടെ, ചുരുക്കി സമയമുള്ളൂ, ഞാൻ മറുപടി പറയട്ടെ. അത് വളരെ വ്യക്തമല്ലേ, ജോർജ് സാറിനെ പോലാണ് ഇങ്ങനെ ചോദിക്കരുത്. കാരണം സാറേ ഞാനെന്ന് പറയട്ടെ, ലെറ്റ് മീ പ്ലീസ് അലോ മീ ഫ്യൂ പറയൂ. ഇത് കേൾക്കൂ. അതായത് ബി ജെ പിയുടെ ആദ്യത്തെ 2000 സാറേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബി ജെ പിയുടെ മോദി സർക്കാരിന്റെ ആദ്യ ഊഴത്തിൽ ആ സർക്കാർ കാണിച്ച രാജ്യത്തെ വിഭജനാത്മകമായ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിനൊക്കെ എതിരെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ വോട്ട് ചെയ്തു. അതിന് രാഹുൽ ഗാന്ധിയുടെ വരവൊരു കാരണമായിരുന്നു. ഈ കഴിഞ്ഞ തവണ അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് അവിടെ ഇടതുപക്ഷം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഈ പറയുന്ന അങ്ങനെയാണ്, നിങ്ങളെങ്ങനെയാണ് 2021 99 സീറ്റോടുകൂടി കേരളത്തിലെ ജനങ്ങൾ LDF അധികാരത്തിലേറിയത്? അത് രണ്ട് സിനാറിയോ സാറിന് എന്നേക്കാൾ അറിയാം. സാറിപ്പോൾ BJP-യുടെ പാടിപ്പോടുന്നതുകൊണ്ട് തോന്നുന്നൊരു തെറ്റിദ്ധാരണയാണ്. എന്നാൽ ഞങ്ങൾ ഈ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ഞങ്ങൾ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.